പ്രസിഡന്റ് പ്രവീൺ, സെക്രട്ടറി അൻവർ, നമ്മുടെ പ്രിയപ്പെട്ട എം പി പുരുഷോത്തമൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ശശി തരൂർ, മിസ്റ്റർ ഗോപി മുതുകാർ, മിസ്റ്റർ സൂര്യ, മിസ്റ്റർ പ്രേം, മിസ്റ്റർ ഐസക്, നന്ദഗോവിന്ദ്, മിസ്റ്റർ അനു, മിസ്റ്റർ സോമൻ മാത്യു, വിജയൻ, കൽപ്പകാർ ഗോപാലൻ, മിസ്റ്റർ രാധാകൃഷ്ണൻ, മിസ്റ്റർ കുമരവേൽ, വേദിയിലെ മറ്റ് പ്രമുഖ വ്യക്തികൾ, ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് CPMA ഫംഗ്ഷൻ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ്. ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. മലയാളികളുടെ ഒരു കൂട്ടായ്മ, സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മ, സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, അതിന് നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും സംസ്കാരം യോജിപ്പിച്ചുകൊണ്ട് മിശ്രിതമായി നടത്തുന്ന ഒരു ആഘോഷ പരിപാടിയാണ് ആവണിപ്പൂവരങ്കിൽ നിങ്ങൾ എല്ലാ തമിഴ്നാട്ടിലെയും കേരളത്തിൻ്റെയും എല്ലാവരെയും ചേർത്തുകൊണ്ട് സഹോദരങ്ങളായി കരുതിക്കൊണ്ട് അവരുടെ സംസ്കാരങ്ങൾ ഒരുമിച്ച് എങ്ങനെ ഏത് രീതിയിൽ അത് നല്ല സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ അത് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ CPMA ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം വളരെ ആഡംബരമായി ഞാൻ കാണുകയാണ്. വളരെ നല്ല രീതിയിൽ അത് ആഘോഷിക്കുന്നതായി ഞാൻ കാണുകയാണ്. വളരെ സന്തോഷം. പിന്നെ ഈ സമയത്ത് കാരണം നമ്മുടെ ഓണം ഇന്ന് 10 നാള് അവിടെ ഓണം കഴിഞ്ഞു കേരളത്തിൽ. പക്ഷെ നമ്മൾ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലനാട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം 2 മാസം അതിന് കാരണം നമുക്ക് ഒഴിവ് ദിവസങ്ങൾ മാത്രമേ ഓണം ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും ഒത്തുചേരാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും എല്ലാ പരിപാടികളാണ്. അങ്ങനെ നമ്മുടെ സംസ്കാരത്തെ മലയാള സംഗീതത്തെ മറക്കാതെ നമ്മൾ ഇന്ന് ആവർത്തിച്ച് വരുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ. പിന്നെ ഒന്ന് പറയാനുള്ളത്, കാരണം നമ്മുടെ ഓണം ആഘോഷം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അന്ന് തമിഴ്നാട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് സംഗീതം എല്ലാം ഒരുമിച്ചായതുകൊണ്ട് ഓണം നന്നായി നടക്കും. അതുപോലെ തന്നെ ഓണം നമുക്കൊരു ദേശീയ ലീവായി കിട്ടാൻ നമ്മൾ പ്രവർത്തിക്കണമെന്ന് ഭാരവാഹികളോട് ഞാൻ പറയുകയാണ്. ഇന്ന് തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും മുഖ്യമന്ത്രിമാർ വളരെ സ്നേഹത്തോടുകൂടി പിന്നെ ന്യായപരമായ ചില കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ ഈ സമയത്ത് തീർച്ചയായും ഇത് നമുക്ക് സാധിക്കുന്നൊരു കാര്യമാണ്. ഓണത്തിനൊരു ദേശീയ ഓണം മുഴുവനും തമിഴ്നാട്ടിലും കേരളത്തിൽ ആഘോഷിക്കുന്ന പോലെ തന്നെ ഇവിടെ ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ എടുക്കണം. മലയാളത്തിൽ സാധിക്കും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും CPMA ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ ഇത് മലയാളികളെ ലോകം മുഴുവനും ആഘോഷിക്കുന്ന ഒരു ഓണം ആഘോഷമാണ്. കാരണം മലയാളികൾ ലോകം മുഴുവനുമുണ്ട്. ഇന്ന് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. പക്ഷേ സെക്കൻഡ് ഞാൻ വിചാരിക്കുന്നത് മലയാളമാണെന്നാണ്. കാരണം ലോകം ഒരു കാലത്ത് 10-200 കൊല്ലങ്ങൾ ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഇവിടുത്തെ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയെങ്കിൽ തീർച്ചയായും ലോകം മുഴുവനുള്ള മലയാളികളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സെക്കൻഡ് ഇംഗ്ലീഷ് കഴിഞ്ഞ മലയാളം നമ്മുടെ ദേശീയ ലാംഗ്വേജ് ആകും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം അത്രയും മലയാളികൾ എല്ലാ നാട്ടിലുമുണ്ട്. ഒരു സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമകളാണ് മലയാളികൾ. അപ്പോൾ തീർച്ചയായും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തണം. പക്ഷെ എങ്ങനെയാണെങ്കിൽ നമ്മൾ രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ ഉപേക്ഷിച്ച് മലയാളി എന്ന ഒരു ഫീലിംഗ് നമ്മളുണ്ടാകണം. അതോടെ കണ്ടാൽ മലയാളിയെ കെട്ടിപ്പിടിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടാകണം. അതാണ് നമ്മുടെ സംസ്കാരം. അതായിരിക്കണം നമ്മുടെ സംസ്കാരം. നിങ്ങളും ഞാനും ഒന്നാണെന്നുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ യോജിപ്പോടുകൂടി നമ്മൾ വലിയ ലോകത്തെ തന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. മലയാളിയുടെ യോജിപ്പ്, മലയാളി തമിഴ്മാർ നമ്മുടെ നാട്ടിൽ നമ്മൾ എവിടെ താമസിക്കുന്നോ എവിടെ കുടിയേരിക്കുന്നോ അവിടുത്തെ സഹോദരന്മാരായി കൂടിച്ചേർന്ന് നമ്മൾ അവരെ സംസ്കാരമായി കൂടിച്ചേർന്ന് അവരുടെ സംസ്കാരത്തെ ഇണങ്ങി കൊടുക്കൊണ്ട് അവരോടുള്ള എല്ലാ സഹോദരന്മാരുള്ള ഒരു പെരുമാറ്റത്തിൽ
പെരുമാറ്റമുണ്ട്. അവരെ നമ്മൾ സ്വന്തമായി കണക്കാക്കി, നമ്മൾ സഹോദരങ്ങളെ കണക്കാക്കി പെരുമാറുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള സംസ്കാരമാണ് നമ്മൾ മലയാളികൾക്കുള്ളത്. എവിടെ ചെന്നാലും മലയാളികൾ ഇന്ന് ഇന്ത്യയിലെ എല്ലാ മലയാളികളും ഒരു വിധത്തിൽ നല്ല പ്രമുഖരായ എല്ലാ മലയാളികളെയും പരിചയപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ പറയാണ്, മലയാളികൾ വളരെ ചെറിയ രീതിയിൽ വലിയ വലിയ മലയാളികളുണ്ട്. അവർക്കൊക്കെ കേരളത്തോടും മലയാളത്തോടും വലിയ സ്നേഹമാണ്. ആ മലയാള സ്നേഹം മലയാള സ്നേഹം വെറും ഭാഷ മാത്രമായിരിക്കരുത്. നമ്മൾ ഓരോരോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം ഞാൻ ഒന്നാണെന്നുള്ള ബോധത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ തീർച്ചയായും നമുക്ക് സഹോദരത്തോട് നല്ലൊരു സ്നേഹമുള്ള രാജ്യത്തെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ശശി തരൂർ, പിന്നെ ഇവിടെ ഗോപി മുതുകാടൊക്കെ ഇവിടെയുണ്ട്. ശശി തരൂർ എന്ന് പറഞ്ഞതിനെ പറ്റി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് അവർ പോകുന്നത്. കാരണം പല കാര്യത്തിലുമുണ്ട്. ഇന്ന് നമ്മൾ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹം എടുത്ത നിലപാട് രാഷ്ട്രീയത്തിന് അതീതമായൊരു നിലപാടെടുത്ത് രാജ്യസ്നേഹിയായ ഏതൊരു മനുഷ്യനും എടുക്കേണ്ട തീരുമാനമാണ് ശശി തരൂർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഒരു മലയാളി ഈ സ്റ്റേജിലിരിക്കും, CPM-ൻ്റെ സ്റ്റേജിലിരിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഇവിടെ വന്നതിന് ഞങ്ങൾ ഈ CPM-ക്ക് ഒരു അന്തസ്സ് കൂടിയിരിക്കുകയാണ്. രണ്ടാമത് ഗോപി മുതുകാട് എന്ന് പറഞ്ഞ ലോകത്ത് മുഴുവനും വിലക്ക് വാങ്ങാൻ കഴിവുള്ള ഒരു താന്ത്രികനാണ്. താന്ത്രികൻ എന്ന് വെച്ചാൽ താന്ത്രികൻ എന്ന് പറഞ്ഞാൽ മെജിഷ്യനാണ്. ആ മെജിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഓരോ മെജിഷ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത് ദുരുപയോഗപ്പെടുത്തിയാൽ ഇന്നത്തെ ആൾ ദൈവത്തെക്കാൾ എത്രയോ വലിയ ദൈവമായി മാറുന്നത്. പക്ഷെ അത് മാറ്റിക്കൊണ്ട് ശരി യഥാർത്ഥത്തിൽ അതൊരു സയൻസാണ് എന്ന് മാത്രം കാണിച്ചുകൊണ്ട്, അതൊരു മായാജാലമാണെന്ന് കാണിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം എല്ലാം നിർത്തി സാധാരണ അംഗവൈകല്യം വന്ന കുട്ടികൾക്ക് വേണ്ടി ഇന്ന് ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നടത്തുന്ന തിരുവനന്തപുരം നടത്തുന്ന ആ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാനൊരു 5-10-6-7 വർഷങ്ങൾക്ക് മുമ്പേ പോയപ്പോൾ സ്വന്തം അമ്മയെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇന്ന് അവിടെ സംഗീതത്തിൽ അതായത് നമ്മുടെ പഴശ്ശിരാജയിലെ ഒരു പാട്ട്, ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പാട്ട് അവർ ആലപിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അത്ര അന്തസ്സായിട്ട് പാടുന്നത് കണ്ടു. അതിൻ്റെ കാരണം അവരുടെ പെരുമാറ്റം, അവിടെ സ്നേഹത്തോട് പെരുമാറി അവർക്ക് വേണ്ട ത്യാഗം ചെയ്യുന്ന ഒരു ജീവിതമാണ് ഞാൻ അവിടെ പൊതുകാലം കണ്ടത്. തീർച്ചയായും അങ്ങനെയുള്ള മനുഷ്യബന്ധമുള്ള, മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പൊതുകാട് സാർ. അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. ഇവിടെ മെജിഷ്യൻ എന്ന രീതിയിലല്ല, ആ മെജിഷ്യന് എത്രയോ പാശ്ചാത്യം സമ്പാദിക്കാം. അതൊക്കെ വിട്ടുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അച്ഛനമ്മമാർ ഒരു കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവസരപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ വിഷമം. അങ്ങനെ 10-200 കുടുംബം അദ്ദേഹത്തിന് ഏറ്റെടുത്ത് അദ്ദേഹം നടത്തുകയാണ്. അദ്ദേഹത്തിനും ഞങ്ങൾക്ക് എൻ്റെ ബഹുമാനസ്വരമായി എല്ലാ അഭിമാനവും ഞാൻ പ്രകടിപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടെ എല്ലാവരും തന്നെ ആര്യ 10 നിറയെ അഭിനയിച്ച് മലയാളികൾക്ക് ഒരു അഭിമാനം. കാരണം തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല ഒരു നല്ല ഒരു നടൻ എന്ന പേര് അദ്ദേഹം സമ്പാദിച്ചു കഴിഞ്ഞു. അതിൻ്റെ കാര്യത്തിൽ സൂര്യനും നമ്മളുടെ മലയാളി എന്ന രീതിയിൽ എൻ്റെ സുഹൃത്തിൻ്റെ മകൻ കൂടിയാണ്. അദ്ദേഹത്തിന് നല്ല നടനായി മാറിയതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള മലയാളികൾ കൂട്ടാൻ ഇവിടെ ശ്രദ്ധിച്ചില്ല. എല്ലാവരും തന്നെ അവരവരെ ഏകങ്ങൾ വെച്ച് അത് നന്നായിട്ടാണ്. നമ്മുടെ ഐസക് സാർ, നമ്മുടെ ബിസിനസ്, പിന്നെ അനുഭവം, നമ്മുടെ എല്ലാവരും തന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല കച്ചവട ബിസിനസ്സുകാരാണ്. അവരൊക്കെ നമ്മളെ മലയാളികളെ ഉയർന്നു വന്നവരാണ്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ മലയാളികളുടെ മക്കളെ നമ്മൾ ഒരു അനുഷ്ഠാനങ്ങളോട് നമ്മൾ വളർത്തണം. അതാണ് എനിക്ക് അഭിപ്രായം. അനുഷ്ഠാനം എന്ന് വെച്ചാൽ നമുക്ക് ചില മുറകളുണ്ട്. ആ മുറകൾ ഇഷ്ടത്തെ പോലെ വിടാതെ ഒരു അനുഷ്ഠാനം, ഇന്ന് രാവിലെ എന്താണ് കുളിക്കേണ്ടത്, അത് ജപിക്കേണ്ടതും അല്ലെ പ്രാർത്ഥിക്കേണ്ടതും എന്നൊക്കെ വെച്ച് അനുഷ്ഠാനങ്ങളോടെ ജീവിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു വ്യവസ്ഥ നമുക്ക് മലയാളികൾ ഉണ്ടാക്കണം, നമ്മുടെ രക്ഷാക്കന്മാർ ഉണ്ടാക്കണം. ഞാൻ അതിനെപ്പറ്റി ആത്മീയ പ്രസംഗിച്ച് സമയം പോകുന്നില്ല. അങ്ങനെ ഒരു അനുഷ്ഠാന ജീവിതം നമ്മൾ നടത്തണം. നമ്മളെ മക്കളെ നമ്മൾ അനുഷ്ഠാനം ആവർത്തിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ പുതുതലമുറ വഴിതെറ്റാതെ നമുക്ക് പോകാൻ പറ്റൂ. നമുക്ക് ഈ ഇങ്ങനെയുള്ള ഒരു വേദി മലയാളത്തിന് അന്തസ്സായി നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ പുതുതലമുറ ഇതിന് വളർന്നു വരണം. അങ്ങനെയുള്ള നല്ല ബുദ്ധിമാന്മാരായി, നല്ല വിവേകശാലികൾ, നല്ല പൗരന്മാരെ വളരണം. അതിനുവേണ്ടി അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഒരു വേദി നമുക്ക് ഏത് മതക്കാരും, മതം എന്ന് പറഞ്ഞാൽ മുസ്ലിം മതം, ക്രിസ്ത്യൻ മതമൊക്കെ അവർ അനുഷ്ഠാനങ്ങൾ വളരെ ശരിയായിട്ട് ചെയ്യുന്നുണ്ട്. ഹിന്ദു മതത്തിനകത്ത് കുറച്ച് കുറവ് എന്നെനിക്ക് തോന്നുന്നു.
അതിൻ്റെ കാരണം നമ്മൾ അതിൻ്റെ അനുഷ്ഠാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ്. ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും ഒരു ലക്ഷ്യത്തോട് ഒരു മതം എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യത്വമാണ്. മനുഷ്യത്വമാണ് മതം. ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യജാതിയാണ്. ഇതിൻ്റെ വ്യത്യസ്തമായ മനുഷ്യരൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ വളർന്നത്, എല്ലാവരും സ്നേഹത്തോട് യോജിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് CPM ഒരു കാര്യമാകട്ടെ പിന്നെയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭം തന്ന ഇവിടുത്തെ ഇതിൻ്റെ ഭാരവാഹികൾ, കാരണം ഒന്നുകൂടി ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിമാനത്തോടുകൂടെ അഭിനന്ദിക്കുകയാണ്. കാരണം അത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായി ഈ പ്രാവശ്യം കാണിച്ചിട്ടുള്ളത്. അവരെന്നും നീണ്ടുപോകാൻ അങ്ങനെയുള്ള ആവർത്തനങ്ങൾ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ ഡോക്ടർ ശശി വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന തമിഴ്നാട്ടിലെ മലയാളി തമിഴ് സമൂഹത്തിലെ സഹോദരങ്ങളെ, സഹോദരന്മാരെ, കോൺഫെഡറേഷൻ തമിഴ്നാട് മലയാളി അസോസിയേഷൻ്റെ അംഗസംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രവർത്തകരെ, നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭ സായാഹ്നം നേരുന്നു. വളരെ സന്തോഷത്തോടെയുള്ള ഒരു നിമിഷത്തിലാണ് കോൺഫെഡറേഷൻ തമിഴ്നാട് മലയാളി അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഫെഡറേഷൻ തമിഴ്നാട് മലയാളി അസോസിയേഷൻ CTMA നടത്തിവരുന്ന നല്ല പ്രവർത്തനങ്ങളുടെ ഒരുപാട് ആശംസകളും അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഈ ജൈത്രയാത്ര ഇന്നിവിടെ 2025 ആവടി പൂവരങ്ങി എന്ന ഓണാഘോഷത്തിലേക്ക് നമ്മളിവിടെ എത്തി നിൽക്കുകയാണ്. ഇവിടെ വളരെ ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് CTMAക്ക് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇന്നലെയും ഇന്നുമായി ഇവിടെ തടിച്ചുകൂടിക്കൊണ്ട് കോൺഫെഡറേഷൻ്റെ അതല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മലയാളി സമൂഹത്തിന്റെ ശക്തി വിളിച്ചു തെളിയിക്കുന്ന ഒരു പ്രകടനമാണ് 2 ദിവസങ്ങളിലായി ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ഈ സംഘടന ഒരുപാട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഓഫ് ഓർഡർ MP പുരുഷോത്തമൻ അവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഇന്നിവിടെ 35 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അന്ന് വളരെ ദീർഘവൃക്ഷയോടുകൂടി നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം, ഈ ഒരു സംഘടനയുടെ തുടക്കം ഇന്നിവിടെ മലയാളി പ്രസ്ഥാനത്തിന്റെ അതല്ലെങ്കിൽ മലയാളി സമൂഹത്തിന്റെ ആശയവും ആവേശവുമായിക്കൊണ്ട് മലയാളി സമൂഹത്തിന് ഒന്നാകെ തന്നെ ഒരു വെളിപ്പാടുകൾ നിൽക്കുന്ന ഒരു സംഘടനയായിക്കൊണ്ട് CTMA വളർന്നിരിക്കുന്നു എന്ന് വളരെ സന്തോഷപൂർവ്വം ഇവിടെ പറയാൻ ആഗ്രഹിക്കട്ടെ. കാരണം ഇന്ന് CTMA ഇല്ലാത്ത പരിപാടികളില്ല, CTMA നടത്താത്ത പരിപാടികളില്ല, CTMA കൈവയ്ക്കാത്ത മേഖലകളില്ല. അങ്ങനെ ഏതാണ്ട് അനുസ്യൂതം വളർന്നിന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട MP പുരുഷോത്തമൻ തുടങ്ങി വെച്ച പ്രസ്ഥാനം അതിനുശേഷം ശ്രീ M നന്ദഗോവിന്ദ് തുടങ്ങി വെച്ച് അതിനോടൊപ്പം അത് തുടർന്ന് വന്ന് വീണ്ടും അത് MA സലീമിന്റെയും MK സോമൻമത്തിന്റെയും കൈകളിലൂടെ കടന്നു വന്ന് ഇന്നിവിടെ VC പ്രവീണിന്റെ കൈകളിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നു, എന്നത്തെക്കാളും വളരെ ശക്തമായ ഊർജ്ജസ്വലമായ ഒരു കമ്മിറ്റിയും ഒരു പ്രസ്ഥാനവുമായി ഇത് മാറിയിരിക്കുന്നു എന്ന് പറയാൻ ഇവിടെ ഞാൻ ഈ നിമിഷം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ സഹായ സഹകരണത്തോടുകൾ നടത്തുന്ന ഈ പരിപാടികൾ നമുക്ക് അഭിമാനമുണ്ട്, ആത്മാഭിമാനമുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും തന്നെ അറിയാം, നമ്മൾ നടത്തുന്ന ഓരോ പരിപാടികളും ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പേ ഉത്സവം എന്ന പരിപാടി നടത്തിക്കൊണ്ട് തമിഴ്നാട്ടിലെ കലാകാരന്മാരെ വളർന്നു വരുന്ന യുവതലമുറയിലെ ആൾക്കാരെ അവർക്ക് വേദി നൽകിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നൽകുകയും അവരെ സർഗവാസനങ്ങൾ പരിപോഷിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു മഹത്തായ ആ സംരംഭം വൻ വിജയമാക്കിക്കൊണ്ട് നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ വലിയൊരു പേര് നൽകുകയുണ്ടായി. ഈ പ്രസ്ഥാനം ഇന്നിവിടെ ആവടി പൂവരങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ പരിപാടി ഇന്നലെ ഏതാണ്ട് 3000-ഓളം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു സംഗതിയായി മാറിക്കൊണ്ട് ഇന്നലെ ഇവിടെ നടന്ന മ്യൂസിക് ഷോവും ഒക്കെ തന്നെ വലിയൊരു സംഭവമായി മാറിയിരിക്കുന്നു എന്ന് പറയാൻ വലിയ അഭിമാനമുണ്ട്. ഇന്നിവിടെ വീണ്ടും നമ്മുടെ ഒത്തുചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന നേതാക്കന്മാരെ ഞാൻ അണിനിരത്തിക്കൊണ്ട് പറയുന്നു, ഈ നേതാക്കന്മാരാണ് ഇന്ന് CTMAയുടെ താങ്ങി നിർത്തുന്ന വലിയൊരു പ്രസ്ഥാനമായി ഇതിന് താങ്ങി നിർത്തുന്ന വലിയ വ്യക്തിത്വങ്ങൾ എന്ന് പറയാൻ ഞാൻ അഭിമാനത്തോടു കൂടി ഈ അവസരത്തെ ഞാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ ഗോപാലേട്ടൻ, പ്രിയപ്പെട്ട ഗോപാലേട്ടൻ അവരുടെ വലിയൊരു സഹായ സഹകരണങ്ങൾ കൊണ്ട് ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഞാൻ മുന്നത്തെ വർഷങ്ങളിൽ പറഞ്ഞിരുന്നു, ഏറ്റവും വലിയ താങ്ങി നിർത്തിക്കൊണ്ട് വലിയൊരു സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഈ CTMA താങ്ങി നിർത്തുമ്പോൾ അദ്ദേഹത്തിനുള്ള അഗൈതവുമായ കടപ്പാട് ഇവിടെ അറിയിക്കട്ടെ. ഒപ്പം മെഡിമിക്സ് ആയാലും അതല്ലെങ്കിൽ അവാനായാലും പോപ്പുലർ ആയാലും ഒപ്പം നമ്മളോട് ഇത്തവണ മുതൽ കഴിഞ്ഞ വർഷം മുതൽ തമിഴ് സഹോദരങ്ങളായ ഒരുപാട് വ്യക്തിത്വങ്ങൾ, ബഹുമാന്യ വ്യക്തിത്വങ്ങൾ നമ്മോടൊപ്പം
നിൽക്കുന്നു. BLM-ന്റെ പ്രിയപ്പെട്ട പ്രേംകുമാർ, ആച്ചി മസാലയുടെ ഐസക്, നമ്മുടെ പ്രിയപ്പെട്ട TVH മുരുകയ്യ തുടങ്ങിയ ഒട്ടേറെ പേർ, ആലുക്കാസ്, ജോയ് ആലുക്കാസ് തുടങ്ങിയ ഒട്ടേറെ പേർ നമ്മോടൊപ്പം നിൽക്കുമ്പോൾ ഇതൊക്കെ തന്നെ തമിഴ് സഹോദരങ്ങൾ കൂടി നമ്മോടൊപ്പം അണിനിരക്കുന്നു എന്നോട് പറയാൻ, തമിഴ് സമൂഹത്തോടൊപ്പം നമ്മൾ ചേരുന്നു, തമിഴ് സമൂഹം നമ്മളോടൊപ്പം ചേരുന്നു എന്ന് പറയാൻ വളരെ അഭിമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ അഭിമാനത്തോടു കൂടി വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ എല്ലാവരും തന്നെ വലിയൊരു സന്തോഷത്തിലാണ്. ഇനി നിങ്ങൾക്ക് ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ കാണാൻ പോകുന്ന വിനീത് ശ്രീനിവാസന്റെ സംഗീത ഷോയാണ് എല്ലാവരുടെയും നിങ്ങളുടെ ഒക്കെ ആകാംക്ഷയോടെ ഇരിക്കുന്നത്. അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് എന്റെ സ്വാഗത ഭാഷകളിലേക്ക് കടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. ഔപചാരിക പേരിൽ എന്റെ പ്രിയപ്പെട്ട എല്ലാ ആത്മസുഹൃത്തും നമ്മുടെ പ്രസിഡന്റുമായ ശ്രീ VC പ്രവീൺ അവരുടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നിവിടെ പ്രസ്ഥാനം ഇന്നിവിടെ നിലനിൽക്കാൻ കാരണം ഇന്നിവിടെ നമ്മളൊക്കെ കൂടിയിരിക്കാൻ കാരണം ബഹുമാനപ്പെട്ട MP പുരുഷോത്തമൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എന്നും താങ്ങും തണലുമായി നിൽക്കുന്ന, നമുക്ക് എപ്പോഴും ഒരു വെളിപ്പാടകരെയുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോപാലൻ അവർകളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഉള്ളത് നമുക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വം. അതിനെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അപക്വമായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ ശശി തരൂർ അവർ എന്ത് പറഞ്ഞാലും എന്തിനും ഒരു എന്താണ് പറയാ, ഇത്രയും ക്ഷാമായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നമുക്ക് വളരെ ഒരു ആശാവഹമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹത്തിന്റെ പിന്നിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ കിട്ടാൻ വേണ്ടി. പക്ഷേ ഇത്തവണയാണ് അദ്ദേഹം ഒത്തുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ എന്തുകൊണ്ടും മലയാളി സമൂഹത്തിന് അഭിമാനമാണ്, ആഹ്ലാദകരമാണ്. നിങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട ആര്യ CTM-യുടെ ഒരു കുടുംബാംഗമാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ഉത്സവിലും ആര്യ പങ്കെടുത്തിരുന്നു. ആര്യ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാട്, വീണ്ടും പറയുന്നത് പോലെ നമ്മുടെ ഗോപിനാഥ് മുതുകാട് അവർ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗമാണ്. ഗോപിനാഥ് മുതുകാട് ഏതാണ്ട് കഴിഞ്ഞ ഒരു 2 വർഷത്തിൽ ഏതാണ്ട് 4ാമത് തവണയാണ് CTM-യുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അനൂപ് ഡോക്ടർ AB അനൂപ് നമ്മുടെ പ്രിയപ്പെട്ട പാട്രനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ റെജി അബ്രഹാം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹം എത്തിച്ചേർമെന്ന് വിചാരിച്ചിരുന്നു. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട M നന്ദാഗോവിന്ദ് ഈ തമിഴ്നാട്ടിലെ മലയാളി പ്രസ്ഥാനത്തിന് CTM-ക്ക് ഒരു മുഖം നൽകി അത് ഈ സമൂഹത്തിന് വിളിച്ചു എന്താണ് CTM തെളിയിച്ചു കൊടുത്തൊരു നേതാവാണ് ശ്രീ M നന്ദാഗോവിന്ദ്. ആ നന്ദാഗോവിന്ദ് അവരുടെ മുൻ പ്രസിഡന്റിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത നമുക്കുള്ളത് ഇവിടെ ശിവജി ഗുരുവായൂർ അവർകളാണ്. ശിവജി ഗുരുവായൂർ ഇന്നത്തെ ഡോക്ടർ സിദ്ധൻ അവാർഡ് വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിന്റെ നടൻ ശിവജി ഗുരുവായൂർ അവരുടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രസിഡന്റ് MK സോമൻ മാത്യു അവർകളെ സ്വാഗതം ചെയ്യുന്നു. BLM-ന്റെ പ്രിയപ്പെട്ട ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായ R പ്രേംകുമാർ അവർകളെ സ്വാഗതം ചെയ്യുന്നു. പത്മ സിംഗ് ഐസക് ആച്ചി മസാലയുടെ MD-യാണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രവി മുരുകയ്യ ഒരു രാജ്യസ്നേഹി, അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പക ഗോപാലൻ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. DV വിജയകുമാർ വൈസ് ചെയർമാൻ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുരുകവേൽ നാച്ചുറൽസിന്റെ പ്രിയപ്പെട്ട സാരഥി ശ്രീ മുരുകവേൽ ഇവിടെ എത്തിയിട്ടുണ്ട്. മുരുകവേലിനെ അദ്ദേഹവും നമ്മുടെ എപ്പോഴും CTM-യുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ പ്രോജക്ട് ചെയർമാൻ ശ്രീ സോമൻ കൈതക്കാട്, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ രാധാകൃഷ്ണൻ, എല്ലാവരെയും ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സദസ്സാണ് ഈ കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ CTM-യുടെ ശക്തി. അതാണ് ഇതിന്റെ ത്രസിപ്പും തുടിപ്പുമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ സദസ്സിലേക്ക്, ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും മീഡിയയിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പത്രം മാതൃഭൂമിയും മനോരമയും ഒപ്പം ഫ്ലവേഴ്സ് TVയും ഏഷ്യാനെറ്റും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഒപ്പം തമിഴിൽ നിന്നുള്ള ഒരുപാട് ചാനലിന്റെ പ്രവർത്തകരുണ്ട്, മീഡിയ പേഴ്സൺസ് ഉണ്ട്, വിഷ്വൽ മീഡിയ, പ്രിന്റ് മീഡിയ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ വേദി, ഈ സദസ്സ് ഇവിടെ ഒരുക്കി തന്ന നമ്മുടെ വിക്സ് ഇവന്റിന്റെ എല്ലാ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻ, അരുൺ സാമുവേൽ, ശ്രീ ബെൻസൺ ജോർജ് തുടങ്ങിയ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.
ജനറൽ സെക്രട്ടറിയുടെ ഈ ആവേശവും ചടുലതയുമാണ് CTMയുടെ എല്ലാ പരിപാടികളുടെയും രഹസ്യം. താങ്ക് യു. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡന്റ് ശ്രീ VC പ്രവീൺ അവർകൾ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ആരെയും റെസ്പെക്റ്റഡ് പറയുന്നത് എടുത്ത് പറയുന്നത് വെച്ചാൽ അത് പറഞ്ഞാൽ ശശി തരൂർ സാറ് ഫ്ലൈറ്റ് മിസ്സായി പോകും. ഇവിടെ 6:30 മണിക്ക് വിടാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരും അത് സംബോധന ചെയ്യാനുള്ളത് അതാവില്ല. പിന്നെ ആദ്യം തന്നെ ഒരു അപ്പോളജീസോട് കൂടി തുടങ്ങാം. മഴയായിട്ടും ഇത്രയും തിരക്കും കുറേ പേര് സീറ്റില്ല എന്നറിയാം. ഗിവ് us 30-45 minutes. വിൽ ട്രൈ ടു അക്കോമഡേറ്റ് എവറിബഡി. പ്ലീസ് ഹാവ് പേഷ്യൻസ്. ഇവിടെ അന്ന് പറയുകയുണ്ടായി CTMAയുടെ ചരിത്രത്തെക്കുറിച്ച്. കഴിഞ്ഞ വർഷം ഞാനും പറഞ്ഞു CTMA തുടങ്ങിയതും നടന്നു പോകുന്ന വിധവും. ഞാൻ ആവണിപ്പൂവരങ്ങിൻ്റെ കൺവീനർ 3 വർഷമായിരുന്നു, ചെയർമാനായിരുന്നു. ഒരു 10 വർഷം CTMയിൽ ഒരു ഔദ്യോഗിക പോസ്റ്റും എടുക്കാണ്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. എന്നുവെച്ചാൽ അത് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇതിനെ ആലോചിച്ചു. 32 വർഷമായി CTMA. ഇന്ന് നമ്മൾ ഇപ്പോൾ മഹാബലിപുരമോ അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളവരെ കാണും. നമ്മൾ വഴിയോരത്ത് കുറേ ആർട്ടിസ്റ്റ് സ്റ്റാച്യൂസ് ചെയ്യുന്ന കാണും, കുറേ കല്ലുകൾ കാണും, കുറേ പേര് പണിയെടുക്കുന്നുണ്ടാവും, പിന്നെ കുറേ ദൈവങ്ങളെയും കാണും, ഗോഡ്സ് ആൻഡ് ഗോഡസ്. അത്രയും കംപ്ലീറ്റ് ഇതായിട്ട് നമുക്ക് ഭക്തി തോന്നുന്ന വിധത്തിലുണ്ടാവും. പക്ഷേ അത് ഒരു റോഡിൽ വെച്ചാൽ അതിൻ്റെ റെസ്പെക്ട്സ് ഉണ്ടാവില്ല. അത് നമ്മളൊരു അമ്പലത്തിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണം. അതുപോലെ തന്നെയാണ് ഞാൻ കണ്ടത് CTMAനെ. അത് വളർന്ന് പന്തലിച്ചു, പക്ഷേ അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല. അതേ താഴത്തിന് വെച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുകയായിരുന്നു. സോ അതൊരു ഷോ കേസ് ചെയ്യണം. അത് ഒരു മലയാളിയായി, ചെന്നൈ മലയാളിയായി എൻ്റെയും കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതിൻ്റെ പോസ്റ്റ് എടുത്തു. ഫസ്റ്റ് ഇയർ നമ്മൾ കുറേ പ്ലാൻ ചെയ്തു, സെക്കൻഡ് ഇയർ അത് നടപ്പിലാക്കുന്നു. ഈ CTMA കമ്മിറ്റി എടുത്ത ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മളെപ്പോഴും ആവണിപ്പൂവരങ്ങ് നമ്മൾ ചെയ്യും, സെലിബ്രിറ്റീസിനെ കൊണ്ടുവരും, ഓണർ ചെയ്യും, ക്രൗഡ് ഗ്യാദർ ചെയ്യും. പക്ഷേ ഈ സെലിബ്രിറ്റീസ് മറ്റും കൊണ്ടുവരുന്നതിൽ ആരും മെയിൻ സ്പോൺസേഴ്സ്. CTMA വളർത്തി പന്തലിപ്പിച്ചത് ആര്? നമ്മുടെ ബിഗ് ഓണ്ടർപ്രണേഴ്സ്. അവരുടെ ഒരു സക്സസ് സ്റ്റോറി, അവരുടെ ഒരു സെലിബ്രേഷൻ, ഇതാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനായി നമ്മളൊരു ബിസിനസ് കോൺഫറൻസ്, ബിസ്കോൺ എന്നൊരു പരിപാടി നമ്മൾ തുടങ്ങുകയുണ്ടായി. ആ ബിസ്കോണിൽ നമ്മൾ ഇന്ത്യയിലെ തന്നെ ബിഗസ്റ്റ് ഓണ്ടർപ്രണേഴ്സിന്, സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സിനെ ഷോക്കേസ് ചെയ്യുകയുണ്ടായി. അവിടെ ശ്രീ മുഹമ്മദ് ഐസക് സാറും പ്രേംകുമാറും കുമാരമേനും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മുഖ്യ അതിഥിയായി ക്ഷണിച്ചത് ഒരു ബിസ് കോൺഫറൻസ്, ഏതൊരു വേൾഡ് കോൺഫറൻസ് എവിടെ ഉണ്ടാകും അതിൽ ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു സ്പീക്കർ ഉണ്ടാവും. അത് വേറെ ആരും നമ്മുടെ ശശി തരൂർ സാറ്. സോ അന്ന് ശശി തരൂർ സാറിനെ കൺഫേം ചെയ്തപ്പോൾ പറഞ്ഞു ലോക്സഭ കഴിയും, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഫിക്സ് ചെയ്തു August 21 വേൾഡ് ഓണ്ടർപ്രണേഴ്സ് ഡേ ഫിക്സ് ചെയ്തു. നമ്മൾ സാറ്റർഡേ സൺഡേ ഉദ്ദേശിച്ച്, പക്ഷേ സാറിന് കുറേ പ്രോഗ്രാംസ് തിരക്കുള്ളതുകൊണ്ട് സാർ August 21 പറഞ്ഞു. അതിനുശേഷം ഉണ്ടായ ഇൻസിഡൻ്റ് ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറും എല്ലാം. പക്ഷേ അത് ഫോം ചെയ്തൊരു കമ്മിറ്റി ഫോം ചെയ്ത ഹെഡ് ചെയ്യലും അന്നും അവർ കണ്ടത് ശശി തരൂർ സാറിനെ ആയിരുന്നു. സോ അന്ന് ലോക്സഭയും 2 ദിവസം എക്സ്റ്റൻഡായി സാറ് വരാൻ പറ്റിയില്ല. സോ വി മിസ്ഡ് യു ബിസ്കോൺ സാർ. എല്ലാവരും ആ പ്രോഗ്രാമിനെ പറ്റി ഭയങ്കര അനുബോധിച്ചു. പക്ഷെ എല്ലാവരും പറഞ്ഞു വി തോട്ട് മിസ്റ്റർ ശശി വിൽ ബി ദർ, മിസ്റ്റർ തരൂർ വിൽ ബി ദർ. ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. സോ ആ ഈവെന്റ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ മിസ്റ്റർ പ്രവീൺ സെക്രട്ടറി, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു സോറി വി കുഡന്റ് മേക്ക് ഇറ്റ്. നമുക്കറിയാതെ നിങ്ങൾക്ക് സാർ ടോൾഡ് യു ഹീസ് ഗോട്ട് എൻ ഓപ്പൺ ഡേറ്റ് ഫോർ യു. നിങ്ങൾ ഏത് പ്രോഗ്രാം പറഞ്ഞാലും അടുത്ത ഡേറ്റ് സാർ ഉണ്ടാവുന്നു. സോ CTMAക്കാർക്ക് പിന്നെ പ്രോഗ്രാം ഒരു കുറച്ചൊന്നുമില്ല, ലൈനായിട്ട് പ്രോഗ്രാംസ് ഉണ്ട്. സോ ഇവിടെ ഏറ്റവും ദിസ് ഇസ് August 21. ഏറ്റവും October 4th and 5th we have Avanipuranga, you should come. So he said, okay, certainly we'll try to accommodate. I'll check with sir and tell them. So നമ്മൾ ആ റിക്വസ്റ്റ് പറഞ്ഞു, അതോടെ വിട്ടു. But believe me, 2 weeks back he messaged me and told 4th ആണോ 5th ആണോ വരേണ്ടത്. Where on earth, where on India do we have a leader like this? Give him a big round of applause. ഇന്ന് സാറ് ഇവിടെ ഒരു ടാലന്റിനെ കണ്ടപ്പം, ഒരു പ്രാർത്ഥന ഗീതം പറഞ്ഞപ്പോൾ മോളെ നല്ലോണം പാടി പറഞ്ഞു. India has got talent. We are all voting for these talents. But all said and done, it is not just for the sake of face. Gopaladan പറഞ്ഞില്ല, we have such a talent being wasted here in India. Sorry to say that.
I know how many of you know here. When I was talking to a great personality in Delhi, he was saying, we all feel sorry that Shashi Tharoor ji is not given his due recognition post here. സാറ് യു എൻ ഉള്ളപ്പം ഇവിടെ ഇന്ത്യയിൽ വേൾഡിൽ ഒരു 150 കൺട്രി ലീഡർ ഹെഡ്സിൻ്റെ അടുത്ത് സ്ട്രെയിറ്റ് അവേ വിളിച്ച് സംസാരിക്കാൻ പോകുന്ന ഒരേ ഒരു പേഴ്സൺ വേൾഡാണ് സാർ. ആൻഡ് ഇഫ് ഹീ ഈസ് പാർട്ട് ഓഫ് ദ മിനിസ്ട്രി, ശരിക്കും ഫുട്ബോളിൽ ഒരു ലോൺ പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ദാറ്റ് ഈസ് ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗുഡ് പ്ലെയർ, വി ക്യാൻ ലോൺ ഔട്ട് പ്ലെയേഴ്സ് ഫ്രം അതർ ടീംസ്, ബെറ്റർ പ്ലെയേഴ്സ്. So he should be an open candidate for any ministry. Any ministry forms, he should be an open candidate because he can really do wonders for India and the world across. So thank you, sir. Thank you for being here. പിന്നെ ഈ ബിസിനസ് കോൺഫറൻസ് എൻ്റെ ഒരു സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യാൻ ശ്രീ ഗോപിനാഥ് മുത്തക്കാട്, ബിക്കോസ് മണി ഈസ് മേക്കിംഗ് ഇസ് മാജിക്. അതും ഒന്ന് ശരിയായ ഒരു ഇതാണ്. അതുകൊണ്ട് ഗോപിനാഥ് മുത്തക്കാട് എന്ന് ഒരു ഇതിനായിട്ട് വിളിച്ചു. ഹി കെയിം, ഹി സ്പോക്ക്, ഹി കൺകേർഡ് ഓൾ അവർ ഹാർട്ട്സ്. അദ്ദേഹത്തിൻ്റെ ട്രിവാൻഡ്രത്തെ പ്രോജക്റ്റ് കഴിഞ്ഞ ശേഷം അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന കാസർഗോഡ് പ്രോജക്റ്റ് പറഞ്ഞു. ആ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ അത് ഇസ് എ ബിഗ് പ്രോജക്റ്റ്. അത് അനൗൺസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് മാൻ ആ ഗുഡ് ഫിലോസഫിസ്റ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മാതൃക നമ്മൾ അവിടെ കണ്ട്. 20 lakh rupees was collected the same day. 21, Anwar is correcting. 21 lakhs was collected the same day, and we will be handing over the checks also to Mr. Gopinath Muthukad here. Because it's a great, I don't think it's just 1% of his target. I think he's got a big project within his mind. Certainly, if he can do Trivandrum, he can complete it in Kasargod also. ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ്റിനെ കണ്ടപ്പോൾ ഗവൺമെൻറ്റും പറഞ്ഞു, ഐ വാണ്ട് ടു ഡു സംതിങ് ലൈക്ക് ദിസ് ഇൻ തമിഴ്നാട്, ചെന്നൈ. സോ ഹി സെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഫുൾ തൃപ്തിയോടെ ചെയ്യണം. ഐ ഡോണ്ട് തിങ്ക് നാഗർകോവിലോ കന്യാകുമാരി അല്ലെങ്കിൽ സ്ഥലം ചെന്നൈയിൽ എനിക്ക് ഫുൾ കോൺഫിഡൻസോട് ചെയ്യാൻ പറ്റില്ല എന്ന്. സോ സച്ച് എ ഗ്രേറ്റ് മാൻ. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഗോപിനാഥ് സാർ. അങ്ങനെ ഓരോ ഫ്രണ്ട്സും ഇങ്ങനെ പല ഈവൻറ്റ്സ് ചെയ്യാൻ പറ്റുന്ന പല ഫ്രണ്ട്സിനും കൂടെ ഇപ്രാവശ്യം നമ്മൾ ഓണസദ്യ, ഓണത്തിൻ്റെ അന്ന് ലാസ്റ്റ് ഇയർ ഓൾസോ ഐ ടോൾഡ് ദ സെയിം ആവണി പറയുന്നത് നമ്മൾ ഓണസദ്യ ഇവിടെ വന്നിട്ട് എവറി വൺ ഇസ് പ്ലീസിങ് മലയാളീസ്. എവറി റെസ്റ്റോറൻറ്റ് ഹാസ് ഓണസദ്യ 1000 to 3000 rupees ചാർജിങ്. നമ്മളത് ചുരുങ്ങിയ ചെലവ് 500 രൂപയ്ക്ക് നമ്മൾ ചെയ്തു. 2000 പേര് ഓണസദ്യ വന്ന് കഴിച്ചു. അത് കഴിച്ചതിൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ പോകുന്നവരെല്ലാം പറഞ്ഞു, നമ്മൾ ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് നടക്കുമോ, സക്സസ് ആകുമോ. 2000 പേര് വെച്ചാൽ ഇത് നല്ലൊരു ഇതാണ്. ഓണത്തിൻ്റെ അന്ന് എല്ലാവരും കൂടുന്നുണ്ട്. ദാറ്റ് ഗിവ്സ് ലോട്ട് ഓഫ് മോട്ടിവേഷൻ. മെനി തിങ്സ് വി ആർ പ്ലാനിങ്. ഇവിടെ പലരെയും നമ്മൾ ഓണർ ചെയ്യുന്നുണ്ട്. ശ്രീ കെ വി നായർ സാർ മെമ്മോറിയൽ അവാർഡും മറ്റ് അവാർഡ്സും കൂടെയുണ്ട്. ഇവിടെ അടുത്ത് ഈ ഓണസദ്യ എല്ലാ സൺഡേയും ഒരു 3 ഓണസദ്യ പങ്കെടുക്കുന്നുണ്ട്. ഓണം പ്രോഗ്രാം, സദ്യ അല്ല, ഓണം പ്രോഗ്രാം. അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൊറട്ടൂറിനടുത്ത് കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. അവിടെ പോയപ്പോൾ ദേവർ ഓണറിങ് എസ് എസ് പള്ളി സാർ, വെല്ലിവാക്കം ഗോപി, ഓൾ ഫൗണ്ടേഴ്സ് ഓഫ് CTMA. അപ്പോൾ ഞാൻ വിചാരിച്ചു വർഷം നമ്മൾ ഓരോരുത്തർക്ക് അവാർഡ്, 3 പേർക്ക് അവാർഡ് കൊടുത്താൽ മതിയാവില്ല. ബട്ട് God can't be everywhere. That is why he created mothers പറയുന്ന പോലെ എല്ലാ അസോസിയേഷനും അത് ചെയ്യുന്നുണ്ട്, ഭംഗിയായി ചെയ്യുന്നുണ്ട്. അതും CTMൻ്റെ അംഗ സംഘടനകളാണ്. അവർ ഈ ഓണർ ചെയ്തത് നമ്മുടെ ഒരു സഹഭാഗമാണെന്ന് വിചാരിക്കുക. എന്നുവെച്ചാൽ വി ഹാവ് ടു ഇൻക്രീസ് ദ നമ്പേഴ്സ്. ഐ തിങ്ക് ഇൻക്രീസ് ദ നമ്പേഴ്സ്. പിന്നെ ഇവിടെ നമുക്ക് ഈ സ്പോൺസേഴ്സൊക്കെ വന്നത് ഇവിടെ ഈ പ്രോഗ്രാം, ഈ ഹാളിന് മാത്രം വി ഹാവ് ടു സ്പെൻഡ് അറൗണ്ട് 30 lakh rupees for this to include sound lights all. ഇതെല്ലാം സാധ്യമാവില്ല unless we have good sponsors and supporters like Prem Kumar sir from DLM, Achi Isaac sir, പിന്നെ ഒരു Ravi Murugaya, great patriotic person. Sir, கொஞ்சம் நிமிஷம் எழுதி நிற்கிறீங்களா? This man, his patriotism is different level. He did a program called for Bharat Mata. അതായത് all army, Baki military, army cover, and everyone spent nearly 3 crore rupees because he could have spent 3 lakh rupees, but the reach wouldn't have been that great. He spent 3 crore rupees and it was launched by the who's who of India. And it's great. Thank you, sir. Great the song was. We have played it here. We'll play it again here. So thank you one and all. He support എപ്പോഴും കണ്ടിന്യൂ. ഈ CTMൻ്റെ ഹിസ്റ്ററിയും ആമണി പൂരൻ്റെ ഹിസ്റ്ററിയോടെ പറയാൻ കാരണം വെച്ചാൽ ഞാൻ 10 കൊല്ലം മാറുന്ന ഇവിടെ വന്ന് ഈ റോഡ് എടുത്ത പോലെ ഇവിടെ 8000 മണി ചെയർ ഇട്ടിട്ടുണ്ട്. ഈ 8000 ചെയറിൽ 1000 പേരോ 2000 പേരോ CTMൻ്റെ അംഗസംഘടന മെമ്പേഴ്സ് ഉണ്ടാവും. ബാക്കി എല്ലാവരും പ്രോഗ്രാം കാണാൻ മാത്രം വരുന്ന ചെറുപ്പക്കാരാണ്. നിങ്ങൾക്കും എല്ലാവർക്കും ഒരു വലിയൊരു റോളുണ്ട്. നിങ്ങളും അംഗസംഘടന മെമ്പറാണ്. CTMൽ വരണം, ശക്തിപ്പെടുത്തണം. ബിക്കോസ് യു ഓൾ മേക്ക് ദ ഫ്യൂച്ചർ ഓഫ് മലയാളീസ്. മാറി നിന്ന് പ്രോഗ്രാം മാത്രം കണ്ട് ആസ്വദിച്ച് പോകുക. യു ഓൾ ഹാവ് എ ബിഗ് റോൾ. യു ഷുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങളെല്ലാവരും CTMൽ ക്ഷണിച്ചു കൊടുക്കും. ഇപ്പോൾ 1 month ബാക്ക് DHL ഒരു ഓണം സെലിബ്രേഷന് പോയി.
ആദ്യം എല്ലാ IT ആൾക്കാരാണ്, ഇതുവരെ ഏത് സംഘടനയിലും ഇല്ലാത്ത മെമ്പേഴ്സാണ്. അവിടെ ചേർന്നപ്പോൾ അവരാദ്യം 300 പേര് മെമ്പറാകുന്നത്. ഇനോഗ്രേഷൻ കഴിഞ്ഞുള്ള 600 മെമ്പേഴ്സായി. പക്ഷേ അവിടെ മൊത്തം 30,000 മലയാളീസ് ആധാർ DH ആ ഇതിൽ മാത്രം. സോ മെനി മലയാളീസ് ആധാർ CTMA എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കരുത്. നിങ്ങൾ ഇതിൽ അംഗമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെല്ലാവരും ചേർന്ന് തീരുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, sir. Addressed by the President of Honor ആണ് ശ്രീ MP പുരുഷോത്തമൻ അവർ. മറുനാടൻ മലയാളികളുടെ സാംസ്കാരിക മാമാങ്കമായ ആവണിപ്പൂവരകിൻ്റെ സമ്മേളന വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ VC പ്രവീൺ അവരുടെ മുഖ്യാതിഥിയും ലോകസഭാംഗവുമായ ഡോക്ടർ ശശി തരൂർ, പ്രശസ്ത സിനിമാ താരമായ ശ്രീ ആര്യ, പ്രശസ്ത മ്യൂസീഷ്യൻ ശ്രീ ഗോപിനാഥ് മുരുകാട്, ശ്രീ ഗോകുലം ഗോപാലൻ, വേദി അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യ സദസ്യരെ, എല്ലാവർക്കും ആദ്യമായി എൻ്റെ നമസ്കാരം പറഞ്ഞുകൊള്ളു. മറുനാട്ടിലും മലയാളികളുടെ സംസ്കാരവും ആഘോഷങ്ങളും പാരമ്പര്യവും എല്ലാം കാത്തു സൂക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി CTMA ആരംഭിച്ച ഓണാഘോഷ പരിപാടിയാണ് ആവണിപ്പൂവരക്. അതിൻ്റെ ജനപങ്കാളിത്തവും സ്വകാര്യതയുമെല്ലാം സ്വീകാര്യതയുമെല്ലാം ഓരോ വർഷവും കൂടി വരുന്നു. ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ജനഹൃദയങ്ങളെ കീഴടക്കിയ ആഘോഷമായി ആവണിപ്പൂവരക് മാറിക്കഴിഞ്ഞു. ആവണിപ്പൂവരക് എന്ന പ്രയോഗം പോലും എപ്പോൾ കേട്ടാലും കവിതയും പുതുമയും നിറഞ്ഞ പേരായി നമുക്ക് തോന്നും. പ്രമുഖ കവി ശ്രീ വേദൂർ ദാമോദരൻ സമ്മാനിച്ച ആ പേര് കാലം എത്ര കഴിഞ്ഞാലും മറുനാടൻ മലയാളികളുടെ മനസ്സിന് മായാതെ നിൽക്കും. മൺമറഞ്ഞവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ നിരവധി വ്യക്തികളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആഘോഷത്തിന് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. CTMAയുടെ സ്ഥാപക പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കും അതിൽ പങ്കുകൊള്ളുവാൻ സാധിക്കുന്നു, അഭിമാനിക്കുന്നു. ആവണിപ്പൂവരകിൻ്റെ ശോഭ ഒട്ടും കുറയാതെ തന്നെ യുവതലമുറ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പരിപാടികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പണ്ട് മുതലേ മലയാളി സംഘടനകൾ തമിഴത്തിൽ അംഗീകായി പ്രവർത്തിച്ചു വന്നിരുന്നു. പ്രാദേശികമായ ഒരു ചെറിയ വട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്നവയായിരുന്നു അവയെല്ലാം. മറുനാടൻ മലയാളികളുടെ സമഗ്രമായ മുന്നേറ്റത്തിന് സർക്കാർ തലത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനോ അവയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതിന് പരിഹാരം എന്ന നിലയിൽ തമിഴ്നാട്ടിലെ മലയാളി സംഘടനകൾ കോർത്തിണക്കിക്കൊണ്ട് കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ അഥവാ CTMA എന്ന കൂട്ടായ്മയ്ക്ക് 1989 രൂപം കൊടുത്തത് ഒരുപാട് പേരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞത്. CTMAക്ക് തമിഴ്നാട്ടിലെ മലയാളികളുടെ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നീണ്ട കാലമായി പരിഹരിക്കപ്പെടാതെ കിടന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറുനാടൻ മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയും പരിഹാരം കാണാറുണ്ട്.
തിങ്ങിപ്പാർക്കുന്ന ജില്ലകൾക്ക് ഓണത്തിൻ്റെ നിയന്ത്രിത അവധി തമിഴ്നാട് ഗവൺമെൻറ് അനുവദിച്ചത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നോർക്ക റൂട്ട്സ് എന്ന വിഭാഗം ആരംഭിച്ചതും ഇന്ത്യയിലെ മറുനാടൻ മലയാളികൾക്ക് അതിൻ്റെ അവസാനം സേവനം ലഭ്യമാകുന്നതും CPMയുടെ അഭ്യർത്ഥനയ്ക്കനുസരിച്ചാണ്. ഇതിൻ്റെ ഫലമായി നോർക്കയിൽ നിന്നും മറുനാടൻ മലയാളികൾക്ക് പെൻഷനും മറ്റു പല സഹായങ്ങളും ലഭിച്ചു വരുന്നു. ഇതുപോലെ ഒരുപാട് നേട്ടങ്ങൾ CPMA നേടിയെടുത്തിട്ടുണ്ട്. CPMയുടെ പ്രവർത്തനങ്ങൾ അനുസരം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. CPMയുടെ ഈ വർഷത്തെ അവാർഡുകൾ സ്വീകരിക്കാനെത്തിയിരിക്കുന്ന കലാകാരന്മാർക്കും സാമൂഹിക പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ താങ്ക് യു സർ. ചെയർമാൻ സർപ്രസ് ശ്രീ ഗോകുലം ഗോപാലൻ അവർ. മനോഹരമായ മദ്രാസ് മെയിൽ എന്ന ബാൻഡിന്റെ മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു. വിവിധ മെമ്പർ സംഘടനകളുടെ പ്രവാസിയം പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെയും ചെണ്ടമേളം ഉണ്ടായിരുന്നു, വടംവലി മത്സരമുണ്ടായിരുന്നു, പൂക്കള മത്സരമുണ്ടായിരുന്നു അല്ലെ. അതെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇലഞ്ഞിത്തറ മേളവും കെട്ടുകാഴ്ചയും എല്ലാം കഴിഞ്ഞ് നമ്മളിത് അടുത്ത സാംസ്കാരിക സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന വിനീത് ശ്രീനിവാസന്റെ സംഗീത പരിപാടിയും ഉണ്ടാകും. ആദ്യം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് CPMA പ്രസിഡന്റ് ശ്രീ VC പ്രവീൺ, CPMA പ്രസിഡന്റ് ഓഫ് ഓണർ ശ്രീ MP പുരുഷോത്തമൻ, ചെയർമാൻ ശ്രീ ഡോക്ടർ ഗോകുലം ഗോപാലൻ, ജനറൽ സെക്രട്ടറി ശ്രീ MP അൻവർ, ട്രഷറർ ശ്രീ R രാധാകൃഷ്ണൻ, പ്രോജക്ട്സ് ചെയർമാൻ ശ്രീ സോമൻ കൈതക്കാട്, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ ഡോക്ടർ ശശി തരൂർ MP, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ശ്രീ ആര്യ, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീ ഗോപിനാഥ് മുരുകാട്, CPMA അഡ്വൈസർ ശ്രീ ഡോക്ടർ AV അനു, CPMA അഡ്വൈസർ ശ്രീ റജി എബ്രഹാം, CPMA പേട്രൺ ശ്രീ M നന്ദഗോവിന്ദ്, നടനും അവാർഡ് ജേതാവുമായ ശ്രീ ശിവജി ഗുരുവായൂർ, CPMA പേട്രൺ ശ്രീ MK സോമൻ മാത്യു, BLM ചെയർമാൻ ശ്രീ R പ്രേംകുമാർ, CPMA വൈസ് ചെയർമാൻ ശ്രീ TV വിജയകുമാർ, ശങ്കർ സീലിംഗ്സ് MD ശ്രീ ജയശങ്കർ ഉണ്ണിത്താൻ, ആച്ചി മസാല MD ശ്രീ പത്മ സിംഗ് ഐസക്, ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി പ്രോ ചാൻസലർ ശ്രീ ആനന്ദ് ജേക്കബ് വർഗീസ്, സാംസ്കാരിക പ്രവർത്തകൻ രാജ്യസ്നേഹിയായ ശ്രീ രവി മുരുകയ്യ, CPMA വൈസ് ചെയർമാൻ ശ്രീ കൽപ്പക ഗോപാലൻ, ഏവരെയും ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.